ശകുനേർ ജാത സംവാദം അവിടേക്ക് ചിലപ്പോൾ നിമിത്തങ്ങളെയും ലക്ഷണങ്ങളെയും കൂടി യോജിപ്പിച്ച് വരുമ്പോഴേ അതിലേക്ക് കുറച്ചും കൂടി പൂർണ്ണത വരുള്ളൂ. അതേ പ്രകാരം തന്നെ ഒറ്റ ആരൂഢത്തിൽ നിന്നും നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് എല്ലാ വിഷയങ്ങളും ആ ഒറ്റ രാശി കൊണ്ട് തന്നെ കിട്ടിയിരുന്നില്ല. അപ്പൊ അതിലേക്ക് കൂടുതൽ വിഷയങ്ങൾ ചിന്തിക്കാനും കൂടിയിട്ടാണ് ഈ താമ്പൂലം കൂടി ഉപയോഗിക്കുന്നത്. താമ്പൂല പ്രശ്നം അരുൺജി, എന്താണ് താമ്പൂല പ്രശ്നം? അതായത് കുറേ സ്ഥലങ്ങളിൽ വെറ്റില ജ്യോതിഷം, എവിടെയെങ്കിലും കളവ് സംഭവിച്ചു കഴിഞ്ഞാൽ വെറ്റില ജ്യോതിഷം വഴി കണ്ടെത്താമെന്ന് പറയുന്നുണ്ട്. എന്താണ് ഇതിൻ്റെ ഒരു വ്യക്തത? ഇതൊരു പ്രധാന വിഷയം തന്നെയാണ്, മനസ്സിലാക്കിയിരിക്കേണ്ടതായിട്ടുള്ളൊരു വിഷയമാണ്. അപ്പം ഈ താമ്പൂല പ്രശ്നം എന്നത് ശരിക്കും ഇന്ന് കാലത്ത് പറയുകയാണെങ്കിലും അങ്ങനെ ഒരു പ്രശ്നം ഇല്ല എന്നാണ് പറയുന്നത്. അതെ, പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. കാരണം അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണഗതിയിൽ പഴയ കാലഘട്ടങ്ങളിലൊക്കെ ഒരു അഷ്ടമംഗല പ്രശ്നം പോലുള്ള കാര്യങ്ങളൊക്കെയാണ് പഴയ കാലഘട്ടങ്ങളിലൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതൊരു സാധാരണ വ്യക്തികൾക്ക് അത് ചെയ്യാൻ സാധിക്കില്ല. കാരണം അതിന് ഒരുപാട് ചടങ്ങുകൾ, അതിൻ്റേതായിട്ടുള്ള ചിലവ്, 3 അതിലധികം ജ്യോതിഷികളോ ഒക്കെ വേണം. അപ്പോൾ ആദ്യം തന്നെ ഈ എന്താണ് താമ്പൂല പ്രശ്നം, അത് സാധാരണഗതിയിൽ അഷ്ടമംഗല പ്രശ്നത്തിൻ്റെ ആദ്യപടിയായിട്ട് നടക്കുന്ന ആദ്യ ചിന്തനയാണ് താമ്പൂലം ചിന്തിക്കുക. അത് ഇത്രയ്ക്കുള്ളൂ. പ്രധാനമായിട്ടും ഏതൊരു നമ്മൾ ഹിന്ദുക്കളുടേതായിട്ടുള്ള ഏതൊരു കാര്യത്തിനും ഒരു ആചാരനെ നിശ്ചയിക്കുന്ന സമയത്ത് അവർക്ക് ഒരു വസ്ത്രതാമ്പൂല ദ്രവ്യസഹിതം ദക്ഷിണ കൊടുത്തുകൊണ്ടാണ് എന്തൊരു വിഷയവും നമ്മൾ അവതരിപ്പിക്കുക. അതിന് സാമാന്യന പറയും ലിക്തവാണിർന്ന പശ്യേതാം രാജാനാം ദൈവതം ഗുരും നൈമിത്തികം വിശേഷേണ ഫലേന ഫലമതിശൽ എന്നൊരു ഭാഗത്ത് പറയുന്നുണ്ട്. അതായത് ഒരു രാജാവിനെയോ ദൈവത്തിനെയോ ഒരു ഗുരുനാഥനെയോ കാണുന്ന സമയത്ത് നമ്മൾ രക്തപാണി ഒഴിഞ്ഞ കയ്യുമായിട്ട് പോലില്ല. അപ്പം എന്തെങ്കിലും ഒന്ന് സമർപ്പിക്കുകയാണ് ചെയ്യാം. സാധാരണ ഒരു ഗുരുദക്ഷിണ എന്നുള്ളൊരു സമ്പ്രദായ പ്രകാരം തന്നെയാണ് ഒരു ആചാര്യദക്ഷിണ, ഒരു ജ്യോത്സ്യനും ഒരു ദക്ഷിണ കൊടുക്കുക. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇവരെ കാണുന്ന സമയത്ത് എന്തെങ്കിലും കൊടുത്തുകൊണ്ടാണ് നമ്മൾ ആവശ്യം അറിയിക്കുക. ഇതിനെ ആചാര്യവരണം എന്നും പറഞ്ഞു വരലുണ്ട്. ആചാര്യവരണം അതായത് നമ്മളൊരു വിഷയത്തിലേക്ക് ആയിക്കൊണ്ട് അവരെ അതിൽ അധികാരപ്പെടുത്തുകയാണ്. അപ്പോൾ അങ്ങനെ കൊടുക്കുന്ന ദക്ഷിണയോടൊപ്പം വെച്ചിരിക്കുന്ന ആ അടയ്ക്ക വെറ്റില, ആ വെറ്റിലകളെ എണ്ണിക്കൊണ്ട് അതിൽ നിന്നും ഒരു ആരൂഢം ഉണ്ടാക്കുകയാണ് ചെയ്യാം. അത് താമ്പൂലം ലക്ഷണകഥനം എന്ന് പറയാം. അതായത് നമ്മൾ മറ്റു രാശികളെ കൊണ്ടും മറ്റും ഉറപ്പിക്കുന്നതായിട്ടുള്ള ആ വിഷയത്തിനെ, അതായത് മറ്റു രാശികളെ കൊണ്ട് കണ്ടിരിക്കുന്ന ഗുണദോഷാദികളെ ഇവിടെ ലക്ഷണങ്ങളെ കൊണ്ട്, അതായത് പ്രഷ്ടാവിനാൽ നൽകപ്പെടുന്ന വെറ്റില എന്ന് പറയുമ്പോൾ അവരിൽ കൂടെ നിർമ്മിക്കപ്പെടുന്ന ഒരു ആരൂഢമായിട്ടാണ് കണക്കാക്കുന്നത്. അങ്ങനെ അവരിൽ നിന്നും നിർമ്മിക്കപ്പെടുന്ന ആ ആരൂഢത്തെ കൊണ്ട് ഇത്രയും നേരം പറഞ്ഞതായിട്ടുള്ള അല്ലെങ്കിൽ ഇനി കണ്ടെത്താൻ പോകുന്ന വിഷയങ്ങളിലേക്കുള്ളൊരു മുതൽക്കൂട്ടായിക്കൊണ്ട് ലക്ഷണത്തെ കൊണ്ടുവരാനാണ് ഈ വെറ്റിലകളും കൂടി ഉപയോഗിക്കുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണഗതിക്ക് ഒരു ആശേരി, ഒരു വീട് പണിയുടെ ഭാഗമായിക്കൊണ്ടുള്ളൊരു ആശേരിനെ നമ്മൾ കണക്കിൻ്റെ ഭാഗമായിട്ട് ഏൽപ്പിക്കുകയാണെങ്കിലും ഇത് ഏൽപ്പിച്ച് കൊടുത്തുകൊണ്ടൊരു ആചാര്യദക്ഷിണ കൊടുക്കും. ഒരു ജ്യോത്സ്യനെ കാണുന്ന സമയത്തായിക്കോട്ടെ, ഒരു ക്ഷേത്രത്തിൻ്റെ കാര്യത്തിലേക്ക് ഒരു ആചാരനെ അവിടേക്ക് നിശ്ചയിക്കുന്ന സമയത്തായിക്കോട്ടെ, ഇവർക്കൊക്കെ ഒരു ദക്ഷിണ കൊടുത്തുകൊണ്ടാണ് നമ്മൾ ആവശ്യം അറിയിക്കുക. അത് അപ്പോഴാണ് ഈ ജ്യോതിഷ വിഷയത്തിലേക്ക് മാത്രമാണ് കൂടുതലായിട്ടും ഈ വെറ്റിലകൾ എണ്ണിക്കൊണ്ട് അതിൻ്റെ എണ്ണം വെച്ചുകൊണ്ട് അതൊരു താമ്പൂല ആരൂഢം ഉണ്ടാക്കണം. അപ്പം പ്രഷ്ടാവിതീർണതാമ്പൂലൈഹി ശുഭാശുഭമശേഷതാവാച്യം ദ്വാദശഭാവോക്തം തൽപ്രകാരോദഗദ്യതയും. പ്രഷ്ടാവിനാൽ ദാനമായിട്ട് നൽകപ്പെടുന്ന വെറ്റിലകളെ കൊണ്ടും ഫലങ്ങളെ പറയാമെന്നും വാച്യം ദ്വാദശഭാവോക്തം 12 ഭാവങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ട് 12 വെറ്റിലകളെ എടുത്തുകൊണ്ട് ഫലം പറയണു. താമ്പൂലൈ പൃഷ്ഠതത്തൈരവി ഫലമഖിലം തസ്യ വക്തവ്യമേവം പ്രാരഭ്യോപര്യതസ്ഥാൽ ഗണനമിഹോപ്പ് പൂർവമന്യോർദിയോസ്യാൽ. അവിടെ ഈ മധ്യാഹ്നത്തിന് മുന്നാണെങ്കിൽ, അതായത് ഉച്ചയ്ക്ക് മധ്യാഹ്നത്തിന് മുന്നാണെങ്കിൽ വെറ്റിലകൾ മലർത്തിക്കൊണ്ടും മധ്യാഹ്നത്തിന് ശേഷമാണെങ്കിൽ വെറ്റിലകൾ കമത്തിക്കൊണ്ടുമാണ് ഫലത്തിലേക്ക് വരിക. അപ്പോൾ തന്നിരിക്കുന്ന വെറ്റിലകളെ മൊത്തം നോക്കിക്കൊണ്ട് താമ്പൂല സംഖ്യാം ദ്വിഗുണം അതിനെ ഇരട്ടിക്കുക. ശരക്നാം അതിനെ 5ൽ പെരുക്കി ഏകാം 1 കൂട്ടി ഹരയിൽ സപ്തവി 7 കൊണ്ട് ഹരിച്ച് ശിഷ്ടം എത്രയാണ് വരുന്നത്. സൂര്യാദിഗാനാം ഉദയോത്ര കൽപ്യോ ഗ്രഹോദയോ എത്ര സലഗ്നരാശി. അപ്പോൾ സൂര്യൻ മുതലായിരിക്കുന്ന ഗ്രഹങ്ങളായിട്ട് വരും എന്നാണ് പറയുക. അപ്പോൾ 1 വന്നാൽ സൂര്യൻ, 2 വന്നാൽ ചന്ദ്രൻ മുതലായിരിക്കും. അങ്ങനെ ഓരോന്നും നോക്കണം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ 1 ശിഷ്ടം വന്നത്, അപ്പോൾ 1 കിട്ടി, സൂര്യനാണ്. ഗ്രഹോദയോ എത്ര സലഗ്നരാശി. ആ സൂര്യൻ അന്നേ ദിവസം ഏതൊരു രാശിയിലാണോ ഉദിച്ച് നിൽക്കുന്നത് അതാണ് താമ്പൂല ആരൂഢ ഗ്രഹം. അത് താമ്പൂല ആരൂഢമായിട്ട് വരും. അവിടെ നിന്നും നമ്മൾ ലക്ഷണങ്ങളുടെ ഭാഗമായിക്കൊണ്ട് പ്രശ്നം ചിന്തിക്കുന്നു. അപ്പോൾ
ഈ താമ്പൂല പ്രശ്നം എന്നത് ഒരു അഷ്ടമംഗല പ്രശ്നത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. അത് ലക്ഷണങ്ങളെ അതിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിക്കൊണ്ട് ആചാര്യദക്ഷിണ നൽകുന്ന വെറ്റിലകളെ എണ്ണി ആ വെറ്റിലകളിലുള്ള ഫലങ്ങളെയും കൂടിയും പറയപ്പെടുന്നു എന്നുള്ളൂ. ഇതിലേക്ക് വരാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് സാധാരണഗതിയിൽ ഈ വെറ്റില എന്ന് പറയുമ്പോൾ അനേക ദേവതമാരുടെ സാന്നിധ്യം അടങ്ങിയിട്ടുള്ളൊരു വസ്തുവായിട്ട് തന്നെ കണക്കാക്കാം. അപ്പോൾ താമ്പൂലാഗ്രേ നിവസതിരമ മധ്യതോ വാഗദീശ പൃഷ്ഠേ ജ്യേഷ്ഠ ഹിമഗിരി സുധാ വാമഭാഗോ അന്യതോഭു എന്ന് തുടങ്ങിയിട്ടുള്ള പല ഇത് പറയുന്നുണ്ട്. അനേക ദേവതമാരുടെ ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ വെറ്റിലയ്ക്ക് ഇത്രയധികം പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെയാണ് ചിന്തിക്കപ്പെടേണ്ടത്. അതുകൊണ്ടാണ് ഈ കൊടുക്കുന്ന വെറ്റിലകൾ തന്നെ ഇതിൽ നിന്നും എണ്ണിക്കൊണ്ട് ആ ഫലം കൊണ്ടുവരുന്നത്. അതായത് ഒരു ദൈവജ്ഞൻ്റെ അടുത്ത് ഒരു ജാതകൻ വരുന്ന സമയത്ത് ജാതകൻ സമർപ്പിക്കുന്ന വെറ്റിലയെ ആരൂഢമായി കണക്കാക്കിക്കൊണ്ടാണ് പ്രശ്നം പറയുന്നത്. അപ്പോൾ സാധാരണ രീതിയിൽ എടുക്കുന്ന പ്രശ്നത്തിന് കിട്ടുന്ന വേറെ ആരൂഢവും ഇത് തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവൂലേ? അതെ, ഉണ്ടാവില്ലേ? അപ്പോൾ രണ്ട് ഫലമായിരിക്കില്ലേ വരിക? രണ്ട് ഫലമായിരിക്കും വരിക. പക്ഷേ ഇതിൽ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ നേരത്തെ പറഞ്ഞു ഈ ദിത്രി സംവാദത സ്പഷ്ടമാദേശിമിതി അത്രബേ എന്നുള്ളൊരു വിഷയം പറയുന്നുണ്ട്. അതായത് നമ്മൾ രണ്ട് ഭാവങ്ങൾ ചിന്തിക്കുമ്പോഴും രണ്ട് ഫലങ്ങളാണെങ്കിൽ പോലും ഇതിലത്തെ ഏതെങ്കിലും ഫലങ്ങൾ യോജിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളതും കൂടിയും പ്രത്യേകം നോക്കണം. അതുമാത്രമല്ല, നമ്മൾ പറഞ്ഞു പോയിട്ടുള്ള ഒരു ആരൂഢത്തെ കൊണ്ട് പറഞ്ഞു പോയതായിട്ടുള്ള ഫലം അതിൽ നിന്നും വ്യത്യസ്തമാണ് ഇപ്പുറത്തൊരു ആരൂഢം എന്ന് വെച്ചാൽ അതിലത്തെ ബലാബലങ്ങളെ ചിന്തിച്ചുകൊണ്ടൊക്കെ വീണ്ടും അതിൽ സൂക്ഷ്മത വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുക. അപ്പോൾ നേരത്തെ പറഞ്ഞു പോയല്ലോ, ഇതൊരു പ്രശ്നത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് ആദ്യ ദിവസത്തിൽ നമ്മൾ ചെയ്യുന്നൊരു പ്രവൃത്തിയാണ് ഈ വെറ്റിലകളെ വെച്ചുകൊണ്ടുള്ള ഈ അഷ്ടമംഗല പ്രശ്നത്തിൻ്റെ ഒരു ഭാഗമാണ് ഇത് ചിന്തിക്കല്. പക്ഷേ അത് പിന്നീടാണെങ്കിൽ പോലും സാമാന്യേന ഒരു ഒറ്റരാശി ഉണ്ട്, താമ്പൂല പ്രശ്നമുണ്ട്. പിന്നെ അതിന് മുകളിലേക്ക് നോക്കിയാൽ അഷ്ടമംഗല പ്രശ്നമുണ്ട്. ഒറ്റരാശി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണഗതിയിൽ ഒരു വ്യക്തി വന്നിട്ടുണ്ടെങ്കിൽ ആളുടെ പേരും നാളും വെച്ചുകൊണ്ട് ഒരു കവടി വാരി വയ്ക്കുന്നത്. ഒറ്റരാശി എന്നുള്ള സമ്പ്രദായം ഇല്ല, ഇന്നത് പറഞ്ഞു വരുന്നു. മുൻ കാലഘട്ടത്തിലൊന്നും ഒറ്റരാശി എന്നുള്ളൊരു പദം പോലും ഇല്ല. പിന്നീട് ഇതിന് കുറച്ചും കൂടി വിശദീകരിക്കുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് പിന്നീട് ഈ താമ്പൂല പ്രശ്നം എന്നുള്ള സമ്പ്രദായം ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുള്ളത്. അതായത് ഇപ്പോൾ ഈ അഷ്ടമംഗല പ്രശ്നം എന്ന് പറയുന്നത് വളരെ വലുതാണ്. നമ്മൾ എന്താ പറയുക, ചിന്തിക്കുന്നതിനപ്പുറമാണ്. ഒരുപാട് ദൈവജ്ഞന്മാരിരുന്നിട്ട് ഒരു അമ്പലത്തിന് വേണ്ടിയോ മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ അഷ്ടമംഗല പ്രശ്നത്തിന് വേണ്ടി ദൈവചിന്തന എന്ന് പറയുന്ന സംഭവത്തിലേക്കാണ് ഈ താമ്പൂല പ്രശ്നത്തെ കൊണ്ടുവരുന്നത്. ചിന്തനയ്ക്ക് വേണ്ടി ഏതൊരു വിഷയത്തിലേക്കും ആ ചിന്തനയ്ക്ക് വേണ്ടിക്കൊണ്ട് ഈ വ്യക്തികളിൽ കൂടെ നിർമ്മിക്കുന്ന ആരൂഢമായിട്ട് കണക്കാക്കണം. അതായത് അവരുമായിട്ട് സാധാരണഗതിയിൽ രണ്ട് രാശികൾ ഒഴികെ, പ്രധാനമായിട്ടും രണ്ട് രാശികൾ ഒഴികെ ബാക്കിയൊന്നും ഈ വ്യക്തികളായിട്ട് നേരിട്ട് ബന്ധമുള്ളതല്ല. അതായത് ആ ബന്ധമുള്ളതെല്ലാം ചെന്നൈയിൽ ഒരു അഷ്ടമംഗല പ്രശ്നത്തിലേക്കാണെങ്കിൽ പ്രധാനമായിട്ടുള്ള രാശി അവിടുത്തെ ഒരു കുട്ടീനെ കൊണ്ട് വെപ്പിക്കുന്നു. അതായത് സ്വർണം പൃഷ്ഠ സ്വർണ്ണ എം രാശിയും സ്പൃശ്യധാരുടേവസ സ്വർണം വെപ്പിക്കുന്ന രാശി, അത് അവരായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. അത് കഴിഞ്ഞാൽ ഉദയരാശി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സമയത്തിന് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. ഉദയനവാംശകം എന്നാൽ നേരത്തെ എടുത്തതായിട്ടുള്ള ഉദയരാശിനെ നവാംശകം ചെയ്ത് 9 ഭാഗങ്ങളാക്കി തിരിച്ചിട്ടാണ്. ഛത്രം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ആരൂഢരാശിനെയും ഉദയരാശിനെയും ആ സൂര്യൻ്റെയും ഗതിക്കനുസരിച്ച് കൊണ്ടുണ്ടാക്കുന്നതാണ്. സ്പൃഷ്ടാംഗ രാശി, ഈ സ്പൃഷ്ടാംഗ രാശിയും വ്യക്തിയുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടതാണ്. കാരണം ഈ വെറ്റിലകൾ സമർപ്പിച്ചതിന് ശേഷം പൃഷ്ടാവിനാൽ ശരീരത്തിൻ്റെ ഏതൊരു ഭാഗത്താണോ സ്പർശിക്കുന്നത് അതിനെ തല മുതൽ കാല് വരേക്കും 12 ഭാഗങ്ങളാക്കി തിരിച്ചുകൊണ്ട് അതിൽ രാശികളും ആക്കി തിരിച്ചുകൊണ്ടാണ് അത് നോക്കുന്നത്. അപ്പോൾ തത്രമേഷോ വരാംഗം, ശിരസിൽ തൊട്ടേണിയത് വരാംഗം, അത് മേടം രാശിയായിട്ടും അങ്ങനെ ഓരോ ഭാഗങ്ങളാക്കി തിരിക്കും. അപ്പോൾ ഈ ആരൂഢങ്ങൾ ഉണ്ടാക്കുന്നതിലേക്ക് ഒരു അഷ്ടമംഗല പ്രശ്നമാണെങ്കിൽ അവിടെ പ്രധാന ആരൂഢവും തൊട്ട് കാണിച്ച രാശിയും താമ്പൂല ആരൂഢവും, ഇത് മൂന്നുമാണ് ആ വ്യക്തികളുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടത്. ബാക്കിയൊന്നും അവരായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടല്ല. അതാണ് അതിൻ്റെ ഈ അഷ്ടമംഗല പ്രശ്നം ഇത് പറഞ്ഞത് കറക്റ്റാണ്. അതായത് ഈ 3 രാശി എടുക്കുന്നു, 3 രീതിയിൽ ഇത് ചെയ്യുന്നു. പക്ഷേ ഒരാൾ ഒറ്റയ്ക്ക് വരികയാണ്, അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങൾ നോക്കാൻ വരുന്ന സമയത്ത് ദൈവജ്ഞന്മാർ മെയിനായിട്ട് നോക്കുന്ന പ്രശ്നമാർഗ്ഗമാണ് നോക്കുന്നത്, ജാതകം ഇല്ലാന്നുണ്ടെങ്കിൽ. അപ്പോൾ ചില ആൾക്കാർ എന്താ പറയുക, കുറേ ജ്യോതിഷന്മാർ ഈ താമ്പൂല പ്രശ്നത്തിൽ കൂടെ മാത്രം വിധി എഴുതുന്നുണ്ട്. അപ്പോൾ താമ്പൂല പ്രശ്നത്തിൽ മാത്രം വിധി എഴുതുന്ന സമയത്ത് ഒരു ജാതകൻ സമർപ്പിക്കുന്ന വെറ്റില കൊണ്ട് അത് ആരൂഢമായി എടുക്കുന്ന സമയത്ത് ആരൂഢം ഫോർ എക്സാമ്പിൾ ഇടവൻ രാശിയാണെങ്കിൽ പ്രശ്നത്തിൽ കൂടെ ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് കന്നി രാശിയായിരിക്കും.
അതെ അതെ. കന്നിയുടെ ബലവാനും ഇതിന്റെ ബലവാനും തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടാവും. രണ്ട് രാശി നിൽക്കുന്ന രാശി സ്വഭാവ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ വരുന്ന പ്രശ്നത്തിന്റെ ആൻസർ ശരിക്കും വ്യത്യസ്തമായിരിക്കില്ലേ? വ്യത്യസ്തമായിരിക്കും. അതിലത്തെ വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ രാശികൾ, രണ്ട് രാശികളും വ്യത്യസ്തമായിട്ടുള്ള രാശി വരികയാണെങ്കിലും അതിലത്തെ കണ്ടെത്തുന്ന വിഷയങ്ങൾ, അതായത് മറ്റൊരു കാര്യം കൂടിയും പറയാം. അതായത് രാശിഗ്രഹാണാം സർവത്ര ദുർവിജ്ഞേയം ബലാബലം ശകുനേർ ജാതസംവാദം രാശിഗ്രഹ ബലം സ്ഫുടം. അതായത് നമ്മളൊരു രാശിഗ്രഹണം സർവത്ര ദുർവിജ്ഞേയം ബലാബലം, നമ്മളൊരു രാശി വെച്ച് അതിലത്തെ ഗ്രഹങ്ങളുടെയും ആ ഭാവങ്ങളുടെയും എല്ലാം വിഷയങ്ങളെല്ലാം ചിന്തിച്ച് വന്നാലും ഒരു പക്ഷേ ആ പ്രശ്നം പൂർണ്ണത വന്നുവെന്നിരിക്കില്ല. ശകുനേർ ജാത സംവാദം, അവിടേക്ക് ചിലപ്പോൾ നിമിത്തങ്ങളെയും ലക്ഷണങ്ങളെയും കൂടി യോജിപ്പിച്ച് വരുമ്പോഴേ അതിലേക്ക് കുറച്ചും കൂടി പൂർണ്ണത വരുള്ളൂ. അതേ പ്രകാരം തന്നെ ഒറ്റ ആരൂഢത്തിൽ നിന്നും നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് എല്ലാ വിഷയങ്ങളും ആ ഒറ്റ രാശി കൊണ്ട് തന്നെ കിട്ടിയിരുന്നില്ല. അപ്പോൾ അതിലേക്ക് കൂടുതൽ വിഷയങ്ങൾ ചിന്തിക്കാനും കൂടിയിട്ടാണ് ഈ താമ്പൂലം കൂടി ഉപയോഗിക്കുന്നത് ലക്ഷണത്തിന്റെ ഭാഗമായിട്ട്. ഒന്ന്. രണ്ടാമത്തൊരു കാര്യം, കണ്ടെത്തിയ ഒരു രാശിയിൽ നിന്നും കണ്ടെത്തിയ അതേ വിഷയം തന്നെ ഇവിടെ നിന്നും കണ്ടെത്തുകയാണെങ്കിൽ അവിടെ സ്പഷ്ടമായിക്കൊണ്ട് ആ വിഷയത്തെ പറഞ്ഞുകൊള്ളൂ എന്നും കൂടി സൂചിപ്പിക്കുകയാണ് അധികം ആരൂഢങ്ങളെ കൊണ്ട് നിശ്ചയിക്കുമ്പോൾ. മനസ്സിലായി. അരുൺജി, എന്തായാലും വളരെ നല്ലൊരു ഇൻഫർമേഷൻ ആയിരുന്നു. കാരണം ഒരുപാട് ആൾക്കാർ വളരെ തെറ്റിദ്ധാരണ കൊണ്ടും, നമ്മുടെ ഈ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് താമ്പൂല പ്രശ്നമാണോ ആരുടെ പ്രശ്നമാണോ നല്ലത് മോശം എന്നുള്ളതല്ല, ആൾക്കാരിലേക്ക് കൺഫ്യൂഷൻ ഇല്ലാതെ റൈറ്റ്, അതായത് ശരിയായ ദൈവജ്ഞന്മാർ ശരിയായ രീതിയിൽ പ്രശ്നമാർഗേണ അവരെ പരിഹാരം ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതായിരിക്കും നല്ലതെന്നുള്ളതായിരുന്നു. അരുൺജി വളരെ വിശദമായിട്ട് താമ്പൂല പ്രശ്നവും ആരുടെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി. നന്ദി, നമസ്കാരം.